ബീഹാർ പട്നയിലെ പരസ് ആശുപത്രിയിൽ വെടിവെപ്പ്. പരോളിലിറങ്ങിയ പ്രതിക്ക് നേരെ അജ്ഞാതർ ആശുപത്രിയിൽ വെച്ച് വെടിയുതിർക്കുകയായിരുന്നു. ചികിത്സയ്ക്കെത്തിയ മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. വിവരങ്ങളുമായി അനേന സതീഷ് നമുക്കൊപ്പം ചേരുകയാണ് നാഷണൽ ഡെസ്കിൽ നിന്ന്. അനേന, ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. ഒരുപാട് വാഗ്ദാനങ്ങളെല്ലാം മുഖ്യമന്ത്രി നിതീഷ് കുമാറും BJPയും JDUവും ഇങ്ങനെ വെച്ച് നീട്ടുകയാണ്. പക്ഷേ സംസ്ഥാനത്തെ ക്രമസമാധാന നില തകരുന്നത് അവരാരും അറിയുന്നില്ല. കാരണം 2 BJP നേതാക്കളാണ് നേരത്തെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ഇപ്പോൾ മറ്റൊരാൾക്ക് നേരെ വെടിവെപ്പ്. എന്താണ് വിവരങ്ങൾ? അതേ പിന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ തന്നെ ബീഹാറിൽ വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോഴിതാ ഇന്നും ഇതുപോലെ തന്നെ ഒരു വെടിവെപ്പാണ് ഉണ്ടായിരിക്കുന്നത്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്ന ഒരു പരോളിൽ ഇറങ്ങിയ ഒരു പ്രതിക്ക് നേരെയാണ് വെടിവെപ്പുണ്ടായത്. ഇയാൾ ചികിത്സയിൽ തുടരുന്നതിനിടെ അജ്ഞാതരെത്തി ഇദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ചികിത്സയ്ക്കെത്തിയ മറ്റൊരാൾക്കും ഈ വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിനിൽ പറഞ്ഞതുപോലെ തന്നെ ബീഹാറിൽ ഈയിടെയായി വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാസത്തിൽ തന്നെ ദിവസങ്ങളുടെ ഇടവേളയിൽ 5ഓളം പേരാണ് വെടിയേറ്റ് തന്നെ കൊല്ലപ്പെട്ടത്. അതായത് 2 BJP നേതാക്കളും അതുപോലെ തന്നെ മറ്റ് സാധാരണക്കാരും ഉൾപ്പെടെ 5ഓളം പേരാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ക്രമസമാധാനം പൂർണ്ണമായും ഇല്ലാതായി. സംസ്ഥാനത്തെ ക്രമസമാധാനം നശിച്ചു എന്ന തരത്തിലാണ് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരിക്കുന്നത്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി വലിയ രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെയാണ് അവിടെ പ്രതിപക്ഷ പാർട്ടികളടക്കം അതിനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബിനിൽ, ഉറപ്പായും നടുറോട്ടിൽ വീടിന് മുന്നിൽ BJP നേതാവ് അടക്കം വെടിയേറ്റ് കൊല്ലപ്പെടുന്ന പശ്ചാത്തലമുണ്ടായി. ഇന്നിപ്പോൾ ഇതാ ബീഹാറിലെ പട്നയിലെ പരസ് ആശുപത്രിയിലാണ് വെടിവെപ്പുണ്ടായത്. അജ്ഞാതർ വന്ന് വെടിയുതിർത്ത് പരോളിലിറങ്ങിയ പ്രതിക്ക് നേരെ അജ്ഞാതർ വന്ന് വെടിയുതിർത്ത് കടന്നു കളയുകയാണ് ചെയ്യുന്നത്. സംസ്ഥാനത്തെ ക്രമസമാധാന രംഗം ആകെ തകർന്നു എന്ന് പ്രതിപക്ഷ പാർട്ടികൾക്ക് ആരോപിക്കാൻ തക്ക തെളിവുകൾ ഉള്ള വിവരങ്ങളാണ് ബീഹാറിൽ നിന്നിപ്പോൾ പുറത്തു വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനേന സതീഷ്.